ഓണത്തിന് ഇനി ഒരു 2 ആഴ്ച എന്നുള്ള രീതിയിലാണ് സമയമുള്ളത്. അടുത്ത മാസം 5-ാം തീയതിയാണ്. അപ്പോൾ 20 അപ്പോഴത്തേക്കും നമ്മൾ ഓണം ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കാശ് കാണും. അതൊരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് ബോണസ് ഉള്ളവരുണ്ട്, പിന്നെ ശമ്പളം നേരത്തെ കിട്ടും, ചിലപ്പോൾ അഡ്വാൻസ് വാങ്ങിക്കാനുള്ള അവസരമോ അങ്ങനെയൊക്കെ. ഏത് രീതിയിലും ഓണം ഒരുങ്ങാൻ എല്ലാവരും കൈ അയച്ച് സഹായിക്കുക എന്നൊക്കെ രീതിയിൽ അങ്ങനെ എല്ലാവരും കൊടുക്കാറുമുണ്ട്, നമുക്കത് കിട്ടാറുമുണ്ട്. ആ ഒരു രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നതിന് ശേഷം നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങും. തീർച്ചയായിട്ടും ചില കടകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചിലതിനോട് ഇഷ്ടം തോന്നിയിട്ട് വെറുതെ ആയാലും വാങ്ങിക്കും, അതിൻ്റെ ഉപയോഗം ഇല്ലെങ്കിലും വാങ്ങിച്ചു വയ്ക്കും. ചിലത് ഉപയോഗിക്കാമെന്നൊക്കെ കരുതിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ പലതും ഉപയോഗിക്കാറില്ല. അതുള്ള കാര്യമല്ലേ, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കാര്യങ്ങൾ നമ്മളിപ്പോഴും ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വല്ലപ്പോഴും എങ്ങാനും ചിലപ്പം വർഷത്തിലൊരിക്കലായിരിക്കും നമ്മൾ ആ വസ്തു ഉപയോഗിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഫങ്ഷൻ വരുമ്പോൾ മാത്രം അതൊന്നും എടുത്തിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ അതിനൊക്കെ ചിലതിനൊക്കെ നല്ല വിലയും കാണും. അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട എങ്കിലും നമ്മൾ പലതും വാങ്ങിച്ചു വയ്ക്കും. അങ്ങനത്തെ ഒരുപാട് വസ്തുക്കൾ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ അത് ആ ഒരു മനസ്സ് പലർക്കും ഉണ്ട് താനും. അപ്പം നമുക്ക് നമ്മുടെ വരുമാനം ഇത്ര രൂപയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 5000 രൂപയാണ് അല്ലെങ്കിൽ 6000 രൂപയാണ്, പോട്ടെ 10000 രൂപയാണ് നമ്മുടെ വരുമാനം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഈ 10000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കും. ചിലർ കുറച്ച് അതിനകത്ത് സേവ് ചെയ്യാൻ ശ്രമിക്കും. മറ്റു ചിലരാവട്ടെ ഈ 10 കിട്ടിയാൽ 10ഉം ചിലവാക്കുന്നവരുണ്ട്, സേവ് ചെയ്യത്തില്ല. എന്നിട്ട് നമുക്ക് ഈ 10 രൂപയ്ക്ക് നമ്മൾക്ക് ചെയ്യുന്ന അതേ കാര്യങ്ങൾ പക്ഷെ നമുക്ക് 20 രൂപ നമുക്ക്, അതായത് 20000 രൂപ നമുക്ക് വരുമാനം കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ 10 രൂപ ചിലവാക്കുന്നിടത്ത് അന്നും നമ്മൾ എന്തു ചെയ്യും? ഈ 10ൻ്റെ ഇരട്ടിയാക്കി 20 വേണമെങ്കിൽ ചിലവാക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വരുമാനം എത്ര ഉണ്ടോ അതിൻ്റെ കൂടുതൽ പങ്ക് നമ്മൾ ചിലവാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമുക്ക് മറ്റു വലിയൊരു കഴിവുണ്ട്. ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാനും ഇച്ചിരി മിച്ചം പിടിക്കാനും ഒക്കെ ഉള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് കാര്യമായിട്ട് എടുക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ ജോലിക്കൊന്നും പോകാതിരിക്കാൻ സമയത്ത് അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ നിന്നാണല്ലോ എല്ലാം ഇതിനും പൈസ വാങ്ങിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇപ്പം വീട്ടിൽ നിന്ന് പൈസ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചുള്ള ജീവിതം ജീവിക്കും. പക്ഷെ നമുക്കൊരു വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ചിലവിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നു. നമ്മൾ അന്ന് ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, വാങ്ങിക്കാൻ തോന്നുന്നു. കാരണം എന്താണ്? നമ്മുടെ കൈ പൈസ ഉണ്ട് എന്നുള്ള ഒരിതിൽ നമ്മൾ അധികമായിട്ട് വാങ്ങിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ നമുക്ക് അത്രയും ചിലവാക്കേണ്ട കാര്യമില്ല. അന്നും നമ്മൾ ജീവിച്ചു അല്ലേ, ഇന്നും നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഓണമാണ്. നമ്മളെ പറ്റിക്കാനായിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ചിലപ്പം വരാം, പല സാധനങ്ങളും നമ്മൾ കടലിലൊക്കെ പോകുമ്പോൾ അവിടെ കാണും. അതുപോലെ തന്നെ റോഡരികിലൊക്കെ വിൽക്കാൻ കാണും. ഓഫറെന്ന് പറഞ്ഞുകൊണ്ട് വൻപിച്ച രീതിയിലുള്ള കള്ളം കാണിക്കുന്നുണ്ട്. കച്ചവടം എന്നുള്ള കപടം എന്ന ആ വാക്കിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ ഈ മൈജി അല്ല ഓക്സിജൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്സിജൻ വലിയ, പക്ഷെ മൈജി എന്ന് പറഞ്ഞാൽ ഭയങ്കര പരസ്യമാണ്. 25 കോടി രൂപ അവർ നമുക്ക് സമ്മാനമായി തരുന്നു എന്നുള്ള രീതിയിലാണ് പരസ്യം. മഞ്ജു വാര്യർ, മറ്റേ ടൊവിനോ, പിന്നെ വേറെ രണ്ട് അധികം ഇതില്ലാത്ത അവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി, പണ്ട് ബിഗ് ബോസിലൊക്കെ വന്നവരാണ്. അവരൊക്കെ കൂടാണ് പരസ്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു പരസ്യത്തിന് തന്നെ എത്ര രൂപയായി കാണും. അതായത് ഈ 4 പേർക്കും കൊടുക്കേണ്ടത്, പിന്നെ ആ പരസ്യത്തിൻ്റെ ചിലവ് എത്രയോ തുക ചിലവാക്കിയിട്ടാണ് ആ പരസ്യം ചെയ്യുന്നത്. ഈ 25 കോടി നമ്മൾക്ക് തരാനായിട്ട് അവർ തയ്യാറാണ്. അപ്പോൾ അവർക്ക് എത്ര കോടിയായിരിക്കും ഒരു വർഷം ഈ ഒരു ഓണത്തിന് ടൈമിൽ അവർ പ്രതീക്ഷിക്കുന്നത്? അതെവിടെ നിന്നായിരിക്കും? ഇതിൽ വല്ല കഴമ്പും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ 25 കോടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പരസ്യം മുടക്കുന്ന കാശുണ്ടെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ആ പൈസ മതിയല്ലോ അവർക്ക് സുഖമായിട്ട് അവരുടെ ലാഭമാക്കി മാറ്റാൻ. ഈ 25 കോടിയുടെ കച്ചവടം നടക്കുമോ ഈ ഒരു ഓണസമയത്ത്? ഒരിക്കലും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. 25 കോടിയുടെ കച്ചവടം കേരളത്തിൽ നടക്കാനും മാത്രം കാര്യമൊന്നുമില്ല. അത്രയൊന്നും ആളുകളൊന്നും പർച്ചേസ് ചെയ്യത്തില്ല. ഓണത്തിന് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാനൊന്നും അങ്ങനൊന്നും ആരും തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാശ് വേണമല്ലോ. കാശുള്ളവർക്ക് എന്താ, അവർ ഓഫറും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല, അവരുടെ ഉള്ളപ്പോൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. അവരിപ്പോൾ ഓരോ മോഡൽ വന്നാൽ അപ്പം അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഈ പരസ്യങ്ങളിലെ ഒരു കബളിപ്പിക്കൽ, ഞാൻ ഇതുപോലൊക്കെ 3 ബെൻസ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരിപ്പം പരസ്യത്തിൽ ഇത് പറയുന്നുണ്ട്, പക്ഷേ ഇത് കൊടുത്തതായിട്ട് ഒരിതിലും കാണിക്കുന്നില്ലല്ലോ. അപൂർവമായിട്ട് ചില ഇതിൻ്റെയൊക്കെ കാണിക്കാറുണ്ട്, 1 സമ്മാനം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ ഈ വലിയ വലിയ കടക്കാരൊന്നും ഇതിൻ്റെ പേരിൽ ഒരു കാര്യം കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല. സ്വർണ്ണക്കടക്കാരും അങ്ങനെ തന്നെ. ആ ലുക്കാസിൻ്റെ ഒക്കെ ഞാൻ പരസ്യം കണ്ടിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് ഭീമയിലാന്ന് തോന്നുന്നു കുറച്ചെങ്കിലും ഈ പരസ്യത്തിൻ്റെ ഇത് കുറവുള്ളത്, എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. പക്ഷേ ഈ മൈജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയധികം എന്നാ ഈ പരസ്യമുണ്ട്, എപ്പോൾ നോക്കിയാലും ഈ മൈജിയുടെ പരസ്യമാണ്. 25 കോടി കൊടുക്കുന്നു, ഡിസ്കൗണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 25 കോടി വെറുതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മൈജിയുടെ ഓണർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അവരെന്താണ് അപ്പം പ്രതീക്ഷിക്കുന്നത്? 25 കോടി ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് കിട്ടും തിരികെ? 50 കോടിയുടെ ബിസിനസ് നടക്കുമോ? എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലൊന്നും. ഇതൊക്കെ ഒരു കബളിപ്പിക്കലായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലരുണ്ട് ഒരു വിലയിടും, ഡിസ്കൗണ്ട് തന്നെ വരുത്താൻ വേണ്ടിയിട്ട് 1000 രൂപയോ 500 രൂപയൊക്കെ കൂട്ടിയിട്ടിട്ട് ഇത് ഡിസ്കൗണ്ട് ആകുമ്പോൾ പിന്നെ അത് കുറയ്ക്കും. എല്ലായിടവും ഇതൊക്കെ തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? നല്ല സാധനങ്ങൾ ഇത്ര വിലയെന്ന് പറഞ്ഞിട്ട് കൊടുത്തേ ആൾക്കാർ വാങ്ങിക്കാനുണ്ട്. ഇങ്ങനെ ഡിസ്കൗണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പഴകിയതോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പാവങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് പിന്നെ അതെപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെ എന്തോരം പറ്റിക്കപ്പെടുന്നുണ്ട്. എനിക്കത് 25 കോടിയൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നവരോടും നമുക്കൊരു പുച്ഛം തോന്നിപ്പോവും. ഇവർ ഇവർക്ക് കാശ് കിട്ടുന്നത് കൊണ്ട് അങ്ങ് കയറി അങ്ങ് അഭിനയിച്ചേക്കാവുന്നതാണ്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇതെങ്ങനെയൊക്കെ കൊടുക്കുമോ? കാരണം ഈ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വലിയ വലിയ കമ്പനിയിലായാലും സ്ഥാപനങ്ങളായാലും ഇത്തരത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് പരസ്യം ചെയ്യിക്കുന്നത്? ഈ ആളുകൾക്ക് ഈ വ്യക്തികളോടുള്ള ഈ നടീനടന്മാരോടുള്ള ആളുകളുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതിനെയാണ് ഈ ഓരോ കടക്കാരും മുതലെടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യും, അവരോടുള്ള ഇഷ്ടം കൊണ്ട് പരസ്യം കാണും, എങ്കിൽ ഒന്ന് പോകാമെന്ന് വിചാരിക്കും. ചില മനുഷ്യരെങ്കിലും ഒന്നുണ്ട്, ശുദ്ധ മനസ്സ് ഉള്ളവരെങ്കിലും വിചാരിക്കും അവർ പറയുന്നതല്ല അപ്പോൾ സത്യമായിരിക്കും, പോകാം എന്ന് കരുതുന്ന ഒരു വിഭാഗം മനസ്സുള്ള ആളുകളുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ പറ്റിക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കോ വേണ്ടിയിട്ട് എന്തിനിത്രയധികം പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു? അതുകൊണ്ട് ആർക്കാണ് എന്താണ് ലാഭം? കമ്പനിയുടെ ഇതിൽ പരസ്യം പറയാം, ഓക്കെ, ഇതെല്ലാം സമ്മതിച്ചു. പക്ഷേ 25 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഇത്തിരി കൂടുതലായി പോയില്ലേ എന്നുള്ളതാണ്. അപ്പം ഇത് ആരുടെ ഉടമസ്ഥതയിലായാലും ഈ 25 കോടി ഓണം പ്രമാണിച്ച് 25 കോടി പാവങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. ചിലരെങ്കിലും അതിൻ്റെ പേരിൽ കടയിലൊന്ന് കയറാം എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ചുമ്മാതെ എന്തൊക്കെയോ പറഞ്ഞ് 25 കോടി അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇത്ര ലക്ഷം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് വെറുതെ ആളുകളെ ഇങ്ങനെ ഒരു മാതിരി കളിയാക്കുന്ന രീതിയിലുള്ള കുറേ പരസ്യങ്ങളുമായിട്ട് ഓണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പരസ്യങ്ങൾ, ഇനി എത്രണ്ണം വരാൻ കിടക്കുന്നു അല്ലേ? എല്ലാം നമ്മൾ തന്നെ കാണണമല്ലോ, ടി വി തുറന്ന് ഇതൊക്കെ കാണണമല്ലോ എന്നുള്ളതാണ്. ഇനിയിപ്പം ഓണം കഴിയുന്നിടം വരെ ഈ കുറേ പരസ്യങ്ങൾ കണ്ട് നമ്മൾ തന്നെ ആലോചിക്കും ഇതിലെന്താണ് സംഭവം. അതായാലും പരസ്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഇത്തിരി വില കൂടിയതാണേലും നല്ല കമ്പനിയുടെ ക്വാളിറ്റിയുള്ള സാധനം വാങ്ങുക. ഓഫറിലൊക്കെ ചെന്ന് പെട്ട് 100 രൂപയ്ക്ക് 2, 3 എന്നൊക്കെ പറയുന്നതിൽ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വിശ്വസിക്കുക അതിൻ്റെ ക്വാളിറ്റി അത്രയേ കാണുള്ളൂ എന്ന്.
അപ്പം നല്ല സാധനങ്ങൾ ഈ പരസ്യങ്ങൾ കണ്ട് മാത്രം വാങ്ങിക്കാൻ നിൽക്കാതെ നല്ലതാണോ അല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്.